ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇതാ രാവിലെ തന്നെ ഞാൻ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇവിടെ രാവിലെ തന്നെ നല്ല വെയിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നല്ല ചൂടും, അത്യാവശ്യം നല്ല ചൂടൊക്കെ ഉണ്ട് കേട്ടോ. തോട്ടിലെ വെള്ളവും കാര്യങ്ങളൊക്കെ ഒന്ന് താന്നു പോയിട്ടുണ്ട്. രാവിലെ തന്നെ ഇതാ നാഷ്ടക്ക് ദോശ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ തലേന്നത്തെ പുളിമുളകിട്ട കേതൾ പുളിമുളകിട്ടതും കൂടെ ഉണ്ടായിരുന്നു. അപ്പം ദോശയും മീൻ കറിയും ആണ് രാവിലെ. കിച്ചണിലെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ രാത്രി തന്നെ കഴുകി കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് കിടക്കുന്നതുകൊണ്ട് രാവിലെ വലിയ പണി ഉണ്ടാവില്ല. കിച്ചൺ അത്യാവശ്യം ക്ലീനായിട്ട് തന്നെ ഉണ്ടാവും കേട്ടോ. പിന്നെ നാഷ്ടവും കാര്യങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ പാത്രം കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പം മോൾക്ക് ടി വി വെച്ചെടുത്തിട്ടാണ് ഞാൻ കിച്ചണിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം പെട്ടെന്ന് വന്ന് നോക്കുമ്പോൾ മോള് ടി വിൻ്റെ മുകളിലൊക്കെ കയറാൻ വേണ്ടി നോക്കലേന്ന് കേട്ടോ. അപ്പം ടി വി ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിലും ഇടയ്ക്കൊക്കെ വന്നിട്ട് നോക്കണം, ഇല്ലെങ്കിൽ എവിടെയെങ്കിലും കയറിയിട്ടൊക്കെ പണി ഉണ്ടാക്കും. അപ്പം എന്നെ കണ്ടപ്പോൾ എന്തൊക്കെയോ പറഞ്ഞങ്ങനെ എന്നെ എന്താ പറയുക മറപ്പിക്കാന്ന് കേട്ടോ. ഇത് ഞങ്ങളുടെ വീട്ടിൻ്റെ തന്നെ പിറകുവശത്തുള്ള പപ്പായ മരം വന്നിട്ട്, അപ്പോൾ അതിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ ഓരോന്ന് പഴുത്തിട്ടൊക്കെ കിട്ടും. അപ്പം എന്താ ഒന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം മക്കളൊക്കെ വീട്ടിലൊക്കെ ഉള്ള ദിവസം തന്നെ ആയതുകൊണ്ട് അപ്പം തന്നെ ഞാൻ കട്ട് ചെയ്ത് കൊടുക്കലാന്ന്. നല്ല മധുരമൊക്കെ ഉണ്ട് കേട്ടോ. ചെറിയ മക്കളെ കൊണ്ട് ഇത് കഴിപ്പിക്കുന്നത് നല്ലതാണ്. അവർക്ക് ക്രിമിൻ്റെ പ്രശ്നം കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നെങ്കിൽ അതിനൊക്കെ നല്ലതാണെന്നാണ് പറയുക. പിന്നെ ഇതാ മോനെയും മോളെയും ഒക്കെ ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അതിനും വേണ്ടിയിട്ട് അങ്ങനെ പുറത്തേക്കൊക്കെ പോയതാണ്. മോള് ഇരിക്കുന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ. പുറത്തേക്കൊക്കെ കൊണ്ടുപോയിട്ട് ആദ്യമായിട്ടാണ് മോളെ ഹെയറൊക്കെ കട്ട് ചെയ്യുന്നത്. ഇത് 2 ആഴ്ച മുമ്പെടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പം നമ്മുടെ വീടിൻ്റെ പരിസരത്തൊക്കെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. വീട്ടിനകത്തേക്ക് കയറിയിട്ടുണ്ടായിരുന്നില്ല, മുറ്റത്തെ സ്റ്റെപ്പൊക്കെ വെള്ളത്തിലായിരുന്നു കേട്ടോ. അപ്പം തോടൊക്കെ പിറകുവശത്തുള്ള തോടൊക്കെ നിറഞ്ഞ് ഇങ്ങോട്ടേക്കൊക്കെ വെള്ളം കയറിയതാണ്. പകലൊക്കെ നല്ല വെയിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം വൈകുന്നേരം പെട്ടെന്ന് ഒരു 2-3 മണിക്കൂറോളം അടുപ്പിച്ച് പെയ്ത മഴയിൽ തോടൊക്കെ നിറഞ്ഞ് വെള്ളമൊക്കെ കയറി കേട്ടോ. പാലം 2 വശത്തും പാലം ഉണ്ടായിരുന്നു. 2 പാലവും മുട്ടോളം വെള്ളം ഉണ്ടായിരുന്നു. അപ്പം രാത്രി തന്നെ ഞങ്ങളും വേറൊരു വീട്ടുകാരും മാത്രമേ കേട്ടോ ഇവിടെ താമസം ഉണ്ടായിരുന്നുള്ളൂ. മറ്റെല്ലാവരും രാത്രി തന്നെ പേടിച്ചിട്ട് താമസമൊക്കെ മാറി വേറെ വീട്ടിലേക്കൊക്കെ പോയി താമസിച്ചു. അപ്പം പിന്നീട് മഴ കുറഞ്ഞതുകൊണ്ട് പിന്നെ ഞങ്ങളവിടെ തന്നെ നിന്നു. മഴ കുറഞ്ഞതുകൊണ്ട് പിന്നെ വെള്ളം ഒക്കെ ഇറങ്ങി അങ്ങനെ പോയി. ഇതാ വൈകിട്ടത്തേക്ക് ചായ ഉണ്ടാക്കലാന്ന് കേട്ടോ. അപ്പം മുൻപത്തെ ഒരു വീഡിയോയിൽ ചായ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഡീറ്റെയിൽഡായിട്ട് ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ ചായക്ക് അവൽ കുഴച്ചതാന്ന്. മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. തേങ്ങയൊക്കെ ചിരകിയിട്ട് പിന്നെ പഞ്ചസാരയൊക്കെ ഇട്ട് കുഴച്ച് നല്ല രസമല്ലേ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ നെല്ലിക്ക ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് കുറച്ച് നെല്ലിക്ക വാങ്ങിച്ച് ഉപ്പിലിട്ട് വെച്ചിട്ടുള്ളതാണ്. ഇടയ്ക്കിടയ്ക്കൊക്കെ എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല രസമൊക്കെ ആയിരിക്കും. പിന്നെ ഇത് കഴിച്ചാൽ നല്ലതുമാണ്. അപ്പോൾ ഇതാ രാത്രിക്കേക്ക് ചോറിന് വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പം റൈസ് കുക്കറിലാണ് വെക്കുക. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ കമൻറ്റ്സ് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും എന്തായാലും അറിയിക്കുക. ഒരു ഇമോജെങ്കിലും കമൻ്റായിട്ട് അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇതാ ചായ കുടിക്കാൻ പോക്കാന്ന്. അവർ കഴിച്ചതും ചായ എന്നൊക്കെ പറയുമ്പോൾ കുട്ടിക്കാരൊക്കെ ഓർമ്മ വരും കേട്ടോ. കാര്യം ലീവ് കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് ഉമ്മാൻ്റെ വീട്ടിലൊക്കെ പോകുമ്പോൾ അവർ കഴിച്ചതും ചായയൊക്കെ ഉണ്ടാവുക. അന്ന് ഇതിന് പ്രത്യേക ഒരു ടേസ്റ്റൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ കഴിച്ചാലും ആ ഒരു ടേസ്റ്റ് ഫീൽ ചെയ്യാറില്ല. അപ്പം ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് അടിപൊളി വ്ളോഗോ വീഡിയോ ഒക്കെ ആയിട്ടൊന്ന് കാണുന്നത് വരെ ഇൻഷാ അല്ലാഹ് ടേക്ക് കെയർ. ബൈ. അസ്സലാമു അലൈക്കും.